ഓർമ്മകളെന്നും ഋതുക്കളെ പോലെയാണ്. വസന്തത്തെ പോലെ ആനന്ദിപ്പിച്ചും ശിശിരത്തെ പോലെ ഇലകൊഴിച്ചും മറ്റു ചിലപ്പോൾ വർഷത്തിന്റെ കലങ്ങിമറിഞ്ഞൊഴുകലായും കടന്നുപോകുന്നു. ഗൃഹാതുരത്വത്തിന്റെയും ആത്മബോധത്തിന്റെയും അതിരുകളില്ലാ വാനത്തിലേക്ക് പറന്നുയരാൻ സാധിക്കുന്നതും ഓർമ്മകളിലൂടെയാണ്. ചിലപ്പോഴെങ്കിലും ഓർമ്മകൾക്ക് ചിറകുമുളയ്ക്കുന്നത് വാക്കുകളിലൂടെയാണ്. ഇനി വാക്കിന്റെ ചിറകിലേറി പറക്കാം, അവിടെ നീലാകാശം കാത്തിരിക്കുന്നു. ഇഷ അറപ്പുരയിലിൻ്റെ ഇനി പറക്കാം നീലാകാശം കാത്തിരിക്കുന്നു എന്ന ഗ്രന്ഥത്തെപ്പറ്റി പ്രമുഖ നോവലിസ്റ്റും തിരക്കഥാകൃത്തും സംവിധായകനും ശാസ്ത്രജ്ഞനുമായ ശ്രീ രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടത് ഇപ്രകാരമാണ്: അതെ, ഇനി പറക്കാം. ചിറകുമുളയ്ക്കുവാൻ കുറച്ചൊന്ന് വൈകിപ്പോകുന്നതാണ് നേരത്തെയാകുന്നതിനേക്കാൾ നല്ലത്. എന്തുകൊണ്ട് എന്ന് ലിഷ നമ്മോട് ഈ കൃതിയിൽ പറയുന്നു. ഇത് മനോഹരമായ ഭാഷയിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അനുഭവങ്ങളുടെ നേരസ്ഥത കൊണ്ട് വളരെയേറെ ആസ്വാദ്യവും ആണ്. ഓരോ സാഹിത്യകൃതിയിൽ നിന്നും ഓരോ പുതിയ അനുഭവമാണ് നാം പ്രതീക്ഷിക്കുക. അതേസമയം പൊതുവായി തനതായ ഒരു സാഹിത്യ സംസ്കാരവും കാണും. ഇത് രണ്ടും ഈ കൃതിയിൽ ഒരുമിക്കുന്നു. വളരെ അടുത്തുനിന്ന് പറയുന്ന പോലെയാണ് ഇതിലെ കഥനം. പതിഞ്ഞ സ്വരം, സന്നിഗ്ധമായ ഭാവം, സ്വാഭാവികമായ ലയം. സംശയമുണ്ടെങ്കിൽ പരീക്ഷിച്ചു നോക്കൂ.